ഉള്ളൂ. 5 മണിയായതും ബാഗ് എടുത്ത് അവൾ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പുറത്തുനിന്ന് വരുന്ന ആളുടെ മേൽ കൂട്ടിയിടിച്ച് ഒരുമിച്ചായിരുന്നു. ബാലൻസ് കിട്ടാതെ വീഴാൻ നിന്ന് 2 കൈകൾ കൊണ്ട് അവളെ താങ്ങിയിരുന്നു. പെട്ടെന്ന് ആയതിനാൽ അവൾ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. തനിക്ക് പരിചിതമായ ഗന്ധം അവൾ പതിയെ കണ്ണു തുറന്നു. 2 കൈകൾ കൊണ്ട് തന്നെ താങ്ങി പിടിച്ചിരുന്ന ശിവയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഓരെ കെട്ടിക്കാനടി ഇത്ര തിരക്കിട്ട് കണ്ണും മൂക്കില്ലാതെ പായുന്നേ, ഇപ്പൊ തന്നെ തലയും കുത്തി താഴെ വീഴണേ. അവളെ ശരിക്കും നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ആരെ കെട്ടിക്കാനും നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ശിവ മറുപടി പറയുന്നതിന് മുമ്പേ അവൾ ബാഗും ശരിയാക്കി പുറത്തേക്ക് ഓടിയിരുന്നു. ദേവിയോട് ഫോണിൽ സംസാരിച്ച് ജനലിനരികിൽ നിൽക്കുമ്പോഴാണ് അവൻ പുറത്ത് നിൽക്കുന്ന പാർവണിയെ കണ്ടത്. നിൽപ്പ് കാണുമ്പോൾ തന്നെ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് വാച്ചിലെ സമയം നോക്കുന്നുണ്ട്. ഡോക്ടർ, പിന്നിൽ നിന്നുള്ള വിളി കേട്ട് ശിവ തിരിഞ്ഞു നോക്കി. മായായിരുന്നു അത്. എന്താ മായ? പുറത്ത് നിൽക്കുന്ന പാർവണിയെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു. ഡോക്ടർ രാവിലെ ചോദിച്ചില്ലേ പാർവണിയെ കുറിച്ച് എന്തെങ്കിലും അറിയോന്ന്?